ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ സഭയ്ക്ക് നോമ്പ് ഒരു പ്രധാനപ്പെട്ട കാലമത്രേ. യേശുവിൻ്റെ കഷ്ടത, ക്രൂശുമരണവും ഉയർപ്പ് എന്നിവ ധ്യാനിക്കുവാനും പുത്തൻ ജീവിതശൈലികൾ തരപ്പെടുത്തുവാനും നോമ്പ് നമ്മെ സഹായിക്കുന്നു. വലിയ നോമ്പിലെ 50 ദിവസങ്ങൾ ക്രിസ്തു ശിഷ്യരാകാനുള്ള ഒരുക്കനാളുകളാണ്. കേവലം ഭക്ഷണം വെടിയൽ മാത്രമല്ല നോമ്പ്. നിലവിലുള്ള എല്ലാ തെറ്റായ ശീലങ്ങളിൽ നിന്ന് വിജയം നേടാനുള്ള ഒരുക്കകാലമാണ്. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയുമാണ് നാം അത് കൈവരിക്കുന്നത്. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കും. തുടയെല്ല് വളരെ ശക്തമായ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ നമ്മുടെ താടിയിലെ മസിലുകളും വളരെ ശക്തമാണ്. നാം നിസ്സാരമെന്ന് വിചാരിക്കുന്ന നമ്മുടെ മുടിക്ക് പോലും വളരെയധികം ശക്തിയുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു അവയവമുണ്ട്. അതാണ് നമ്മുടെ നാവ്. പ്രത്യക്ഷത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ചെറിയ അവയവം വളരെ സവിശേഷമാണ്. ഒരേ സമയം ഒരാളെ സന്തോഷിപ്പിക്കുവാനും മുറിപ്പെടുത്തുവാനും സാധിക്കുന്ന ശക്തമായ അവയവമാണിത്. നാം ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് നമ്മുടെ നാവിനെയും അതിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെയും സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. നിസ്സാരമെന്ന് നാം വിചാരിക്കുന്ന ഈ ചെറിയ അവയവം കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചം പകരാനും അതേപോലെ തന്നെ അന്ധകാരം സൃഷ്ടിക്കുവാനും സാധിക്കും. കർത്താവ് തൻ്റെ ക്രൂശോളം തന്നെത്താൻ താഴ്ത്തുന്ന ഈ അനുഭവത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഒരാളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ച മുറിപ്പാടുകൾ മായ്ക്കേണ്ട കാലം കൂടിയാണ്. ഒരിക്കലൊരു ഗുരു തൻ്റെ വിദ്യാർത്ഥികളെ അടുക്കൽ വിളിച്ചു. അവർക്ക് ഒരു കുട്ട നിറയെ തൂവലുകൾ കൊടുത്തു. എന്നിട്ട് ഗ്രാമത്തിലെ ഓരോ വീടുകളുടെ മുന്നിൽ അത് വയ്ക്കണമെന്ന് പറഞ്ഞു. വിദ്യാർത്ഥികൾ മടങ്ങിയെത്തിയപ്പോൾ ഗുരു അവരോട് ഗ്രാമത്തിലെ വീടുകളുടെ മുന്നിൽ കൊണ്ടുവച്ച എല്ലാ കുട്ടകളും ശേഖരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആശങ്കയോടെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരു, ആ തൂവലുകളെല്ലാം കാറ്റത്ത് പറന്നുപോയി എന്ന്. ഗുരു അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന വാക്കുകളും ഈ തൂവലുകൾ പോലെ തന്നെയാണ്. അത് സൃഷ്ടിക്കുന്ന പ്രയാസം നമ്മൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാത്തതിന് അപ്പുറമാണ്. ഒരു പക്ഷേ തീരെ നിസ്സാരമെന്ന് നാം പറഞ്ഞുപോയ പല കാര്യങ്ങളും മറ്റൊരാളുടെ ജീവിതത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കുന്ന സാഹചര്യമായിരിക്കാം സൃഷ്ടിച്ചത്. തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വലിയ മുറിവുകൾ അത് സൃഷ്ടിച്ചിരിക്കാം. നോമ്പ് കാലം എന്ന് പറയുന്നത് അനുരഞ്ജനത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും കാലമാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുന്നതിനും ക്രൂശിൽ ക്രിസ്തു കാണിച്ചു തന്ന താഴ്മയുടെ മനോഭാവം മാതൃകയാക്കുന്നത് മൂലം നഷ്ടപ്പെട്ടു പോയ ദൈവീകത വീണ്ടെടുക്കുന്ന കാലവുമായി ഈ നോമ്പ് കാലം മാറ്റാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.